ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അമ്മണി കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. അമ്മണി കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഇടിയപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളച്ച വെള്ളം ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. തിളച്ച വെള്ളം ഉപയോഗിക്കുന്നതിനാൽ ആദ്യം സ്പൂൺ ഉപയോഗിച്ച് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. അതിനുശേഷം ചെറുതായി ചൂട് മാറിയതിന് ശേഷമേ കൈ ഉപയോഗിച്ച് നന്നായി കുഴയ്ക്കാൻ പാടുള്ളൂ. നന്നായി കുഴിച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടി വെക്കാം. അതിനുശേഷം ഒരു ഇഡലിത്തട്ടിൽ വെച്ച് നന്നായി ആവിയിലിത് പുഴുങ്ങിയെടുക്കാം. അമ്മണി കൊഴുക്കട്ടകളൊക്കെ ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്കിതിന് ഉപയോഗിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചെറിയ രീതിയിലൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറിയ രീതിയിലൊന്ന് വഴറ്റാനേ പാടുള്ളൂ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ സമയം നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചേർക്കുന്നില്ല. അതിനുശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അമ്മണി കൊഴുക്കട്ടകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.